നമസ്കാരം. വയനാട് ദുരന്തം കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെയും മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും കേരള യൂത്ത് ഫ്രണ്ട് എം എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എറണാകുളം BSNL ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ യുവകേരള സമരാഗ്നി കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ടോമി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കേരള യൂത്ത് ഫ്രണ്ട് എം യുവകേരള സമരാഗ്നി സംഘടിപ്പിച്ചു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ലെന്ന കേന്ദ്ര നിലപാടിലും മണിപ്പൂരിൽ സംഘർഷം തുടരുന്നതിലും പ്രതിഷേധിച്ചുകൊണ്ട് കേരള യൂത്ത് ഫ്രണ്ട് എം എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എറണാകുളം BSNL ഓഫീസിന് മുമ്പിൽ യുവകേരള സമരാഗ്നി സംഘടിപ്പിച്ചു. കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ടോമി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തമായി കണക്കാക്കിയുള്ള വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി വയനാട് സന്ദർശിച്ചത്. മുണ്ടക്കയിലും ചൂരൽമലയിലും ജനങ്ങൾ ഒഴിച്ചുപോയപ്പോഴും അവിടുത്തെ ജനജീവിതം പാടെ സ്തംഭിച്ചപ്പോഴും ഇവിടുത്തെ BJP നേതാക്കന്മാർ കേന്ദ്രമന്ത്രിയായിരുന്ന മുരളീധരൻ പറഞ്ഞ 1-2 വാർഡിലെ ആൾക്കാർ പോയാൽ അതൊരു വിഷയമല്ല. അപ്പൊ പിന്നെ കേരളം മൊത്തത്തിൽ ഒഴിച്ചു പോയാലാണോ അവർക്ക് വിഷയമുള്ളൂ? അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. എത്രയും പെട്ടെന്ന് കേന്ദ്രത്തിൽ നിന്ന് ദുരിതാശ്വാസം കിട്ടുന്നതിനുള്ള ദുരന്ത പ്രദേശമായി പ്രഖ്യാപിച്ചുകൊണ്ട് അതിനു വേണ്ടുന്ന ഫണ്ട് കേന്ദ്ര സർക്കാർ കൊടുക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കുന്നത് നമ്മളുടെ ഈ യൂത്ത് ഫ്രണ്ടിന്റെ എറണാകുളം ജ്വാല കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെയാണ് മണിപ്പൂരിൽ നിന്ന് കത്തുകയാണ്. മണിപ്പൂരിലെ ഒരു ആശ്വാസ വാക്ക് പോലും കൃത്യമായി പറയാതെ മേധികളും കുക്കികളും തമ്മിലുള്ള യുദ്ധം, അതിൽ കുക്കി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വരുന്ന നാശനഷ്ടങ്ങള്, മനുഷ്യത്വരഹിതമായ നടപടിക്രമങ്ങൾ, ഇതെല്ലാം കണ്ടില്ല എന്ന് നടിച്ച് രാജ്യമൊട്ടാകെ വീർപ്പുമുട്ടുമ്പോൾ നരേന്ദ്രമോദി ടൂർ നടത്തുകയാണ്. യൂത്ത് ഫ്രണ്ട് എം ജില്ലാ പ്രസിഡന്റ് ജോസ് അധ്യക്ഷത വഹിച്ചു. യുവകേരള സമരാഗ്നി എന്ന ഈ സമരത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, പ്രധാനമന്ത്രി മോദിജി വിജയിലാണ് കേരളവും. നിങ്ങളെ വീണ്ടും അത് ഓർമ്മിപ്പിക്കേണ്ടി വരുന്നതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. താങ്കൾ ഇവിടെ ദുരന്തമുഖത്ത് വന്ന് കാണിച്ച എല്ലാ നാടകങ്ങളും ഈ കേരള ജനം കണ്ടതാണ്. അതിൽ കുറച്ചെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഈ ദുരന്തത്തിന് കേന്ദ്രം നൽകേണ്ട സഹായങ്ങൾ നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മണിപ്പൂർ കലാപത്തിൽ അവിടെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം മാറ്റുന്നതിന് പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദിജി ഒന്നും ചെയ്യുന്നില്ല എന്ന സത്യാവസ്ഥ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. TA ഡേവിഡ്, TJ ബിജു, സജിമോൻ കോട്ടക്കൽ, NC ചെറിയാൻ, ജോൺസൺ ലോപ്പസ്, ജോസി P തോമസ്, മാത്യു ചാഴിക്കാടൻ, മജോ പൊക്കാട്, സാദിഖ്, ബൈജു വർഗീസ്, മിഥുൻലാൽ മിത്ര, ജസൽ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് കേരളം ഒന്നാകെ ആവശ്യപ്പെടുകയും ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി സ്ഥലം സന്ദർശിക്കുകയും എല്ലാവിധ വാഗ്ദാനങ്ങളും ഉടൻ പാലിക്കുമെന്നും പണം ഒരു പ്രശ്നമല്ല എന്നും ഉദ്ഘോഷിക്കുകയും തിരിച്ചു പോവുകയും ചെയ്തു. മാസങ്ങൾ കഴിഞ്ഞും ആ ഒരു വൻ ദുരന്തം നടന്ന പ്രദേശത്ത് യാതൊരു വിധത്തിലുള്ള ദുരന്ത നിവാരണ നടപടികൾക്ക് ആവശ്യമായ പണം ഇതുവരെ അനുവദിക്കാതെ കേരള ജനതയെ
ഇന്ത്യയിലില്ലാത്ത ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ള വിധത്തിൽ നരേന്ദ്രമോദി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെയാണ് ഇത്തരം സമരപരിപാടികൾ നടത്തുന്നത്. നമുക്കറിയാം, ഇന്ന് ഇന്ത്യയിൽ ഏത് വിഷയമെടുത്താലും നമുക്ക് കേരളത്തിന് അവഗണനയാണ്. കാരണം കേരളത്തിന്റെ അവസ്ഥ അറിയാം. നമുക്കിവിടെ നിന്ന് കേന്ദ്രം ₹1 പിരിച്ചു കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ GST ആയി നമുക്ക് കിട്ടുന്നത് വെറും 25 പൈസയാണ്. അത് വടക്കേ ഇന്ത്യയിലെല്ലാം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അത് 75-80 പൈസ ചിലവാക്കുമ്പോൾ നമ്മുടെ കേരളത്തിന് കിട്ടുന്നതോ വെറും 25 പൈസ. ഇങ്ങനെയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളുള്ളത് കൊണ്ടാണ് ഈ വലിയ ഒരു ദുരന്തം നടന്നപ്പോൾ ഈ ദുരന്തത്തിന് നമ്മുടെ ജനങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിലേക്ക് നമ്മുടെ ഒരു നിവേദന സംഘവും അതുപോലെ തന്നെ നമ്മുടെ നിയമസഭയില് ഈ കേരളത്തിന്റെ വിശേഷ ഈ അപകടത്തിന്റെ വ്യാപ്തി എന്തെന്നറിയാവുന്നത് കൊണ്ട് നമ്മളൊരു നിവേദനമായി പാർലമെന്റിലേക്ക് കേരളം ആവശ്യപ്പെട്ടിട്ടുള്ള 214 കോടിയുടെ സഹായം, പെട്ടെന്നുള്ള ഒരു സഹായം ആവശ്യപ്പെട്ടിട്ട് കൂടെയും അടിയന്തര സഹായം ആവശ്യപ്പെട്ടിട്ട് കൂടെയും അത് എന്ന് നൽകുമെന്നോ ഉടനെ തരുമെന്നോ യാതൊന്നും അറിയിക്കാതെയും പറയാതെയും കേരളത്തോട് കാണിക്കുന്ന ഈ അവഗണന തീർച്ചയായും പ്രതിഷേധാർഹമാണ്. ഒരു ജനതയോട് കാണിക്കുന്ന ഈ വിവേചനത്തെ തുറന്നു കാട്ടുന്നതിന് വേണ്ടിയിട്ടാണ് യൂത്ത് ഫ്രണ്ടിന്റെ ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ ഈ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്.